പ്യുവർ ഗ്ലാസ് ചന്തേരിയിൽ വന്ന പാറ്റേൺ ആണ് മാഡം. ഇത് കൽക്കത്ത വർക്കാണ് വരുന്നത്. ഇത് എടുത്തോ മക്കളെ, വേറെ ഒന്നും നോക്കണ്ട. ദുപ്പട്ട തൊട്ടപ്പോ തന്നെ അവര് ഇഷ്ടപ്പെട്ടു. മാർബിൾ ഷിഫോൺ ആണ് മെറ്റീരിയൽ. 60 അല്ല 60 ഇത് പറഞ്ഞാൽ ഗാംതി കോട്ടൺ ആണ്. ഗാംതി കോട്ടൺ പ്രിന്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പ്രിന്റ് ആണ്. ഇത് ഡാസിലിംഗ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. പറഞ്ഞു ലിനനും പ്യുവർ ലിനൻ. പിന്നെ ഇതും അതേപോലെ തന്നെ മാഡം മലായ് ചന്തേരി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഫാഷൻ എവിടെന്നാ തുടങ്ങണേന്ന് ചോദിച്ചാൽ യെസ് ഇവിടെന്നാണ്. നമ്മുടെ സൈസ് വരുന്നത് മാഡം എല്ലാണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിന്റെ സൈസ് വരും. മെറ്റീരിയൽ ഇവിടെ വന്ന് ഫീൽ ചെയ്യൂട്ടോ. ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് ആണ് ഗജി സിൽക്ക്. ഗജി സിൽക്ക് സ്ട്രൈറ്റ് ആണ് വരുന്നത്. എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാം ഇതിന്റെ ഒരു വർക്ക് കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ്. മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് 3 പീസ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മെറ്റീരിയലിന്റെ പേര് വരുന്നത് ക്രഷ് ചന്തേരി. നമ്മൾ പക്ക ബോട്ടിക് ടെസ്റ്റിലാണ് കൂടുതൽ സാധനം ചെയ്യുന്നത്. ഇത് കൽക്കത്തയിൽ നിന്ന് വരുന്നതാണ്. ഇത് തോയ് വർക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. തോയ് വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട്. ഇതൊരു പാച്ച് വർക്ക് ആണ്. ഇതൊരു പാച്ച് കൺസെപ്റ്റ് ആണ്. മൽക്കോട്ടൻ അനാർക്കലി സ്റ്റൈലില് നമ്മൾ ദുപ്പട്ട സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് മാഡം. ഫുൾ വിടുത്ത് ആയിരിക്കും. 34 പന്ന ഉണ്ടാവും. വിടുത്ത് 240 ഉണ്ടാകും മാഡം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സ്പേസ് മാളില് സത്യം പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഡയലോഗിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഫാഷൻ എവിടെന്നാ തുടങ്ങണേന്ന് ചോദിച്ചാൽ യെസ് ഇവിടെ നിന്നാണ് ഫാഷൻ തുടങ്ങണത്. ഇവിടെ അത്രയും തിരക്കാണ്. പാർക്കിംഗ് ഫുൾ. വണ്ടികൾ കണ്ട വരിയായിട്ട് നിൽക്കണം. അപ്പോൾ ഉള്ളിലത്തൊക്കെ സ്പേസ് കഴിഞ്ഞു, പുറത്തും വരി. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് മർക്കസ് മസ്ജിദാണ് ഇവിടെ അടുത്ത് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളിപ്പം നിൽക്കുന്നത്. സ്പേസ് മോൾ. ഇതൊരു മോളാണ്, ബിൽഡിങ്ങിൻ്റെ പേരാണ്. ഇതിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഷോപ്പിലേക്കാണ്. അതും എന്താ പറയുക, ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഇവരോ സ്വന്തമായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അതും ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കടയുടെ പേര് മോളിൽ പോയിട്ട് പറയാം. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വണ്ടി പുറത്താണ് പാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നടന്ന് പോവാം. ഇനി വണ്ടിയായിട്ട് വരുന്നവർക്കാണെങ്കിൽ അത് നേരെ വിട്ടോ താഴത്ത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ലിഫ്റ്റ് ത്രൂ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം കേട്ടോ. ബാ, ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ പെറ്റൽസ് അറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ആ അറ്റം വരെ കാണുന്നത് ആ അറ്റത്ത് പെറ്റൽസ് ഫുൾ ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. ഇനി ഈ കടയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഈ ഒരു കടയിൽ എന്ന് വെച്ചാൽ യൂണിക് ഐറ്റംസ് ആണ് മൊത്തം കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ പെറ്റൽസ് എന്ന് ചോദിച്ചാൽ ആരും എന്താ പറഞ്ഞുതരും, ഇത് ഇവിടെയാണ് പെറ്റൽസ്. യെസ്, ഇഷ്ടം പോലെ എന്താ പറയുക അറിവ് സ്റ്റോക്കും കളക്ഷൻസും. ഇവിടെ ഒരു വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ്. ഇനി നമ്മൾ വന്നിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ പെറ്റൽസ്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് 3 പീസ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. 3 പീസ്, അതും യൂണിക്. ഇവർ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുക, ഇൻ ഹൗസ് പ്രൊഡക്ഷൻ സംഭവം. ഡിസ്പ്ലേ കണ്ടില്ലേ, ഇതിലത്തെ ഒരു ഐറ്റം ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ തുണിയുടെ ക്വാളിറ്റി അത് ഉള്ളിൽ ചെന്നിട്ട് പറയട്ടാ, സൂപ്പർ A1. പെറ്റൽസിലത്തെ വിശേഷം ഇനി കുറേ കാണാനും കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അത് 3 പീസും അതുപോലെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഹലോ മാഷേ, ഇവിടുത്തെ നമുക്ക് കളക്ഷൻസ് ഒന്നും കാണിക്കാനായിട്ട് ആരെ പിടിക്കണ്ടേ? ആരാണ്? ബാബുക്ക ഓണറാണോ? നമസ്കാരം. അവിടെ കാര്യമായിട്ട് ശല്യം ചെയ്തോ? ഞാൻ ഈ മൈക്കൊന്ന് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അവിടെ കസ്റ്റമറിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പിടിച്ചത്. അപ്പം ഈ ഒരു കടയുടെ ലുക്കൊന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കടയുടെ ലുക്ക് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ചെറിയൊരു കടയാണ്. പക്ഷെ ഇരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ എത്തുക്കും മേലെ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ്. നമ്മൾ കാണാത്ത കേൾക്കാത്ത കുറേ വെറൈറ്റി പേരുകൾ, നമുക്ക് മെറ്റീരിയലിൻ്റെ പേരുകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ പെറ്റൽസിലത്തെ ഓണർ ബാബുക്ക, നമസ്കാരം. നമസ്കാരം മാഡം. അപ്പൊ നമുക്ക് എന്താണ് പെറ്റൽസിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം കൂടുതലായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓൺ പ്രൊഡക്റ്റ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. 80% നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇത് ഇപ്പൊ ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ അതല്ലാതെ ബൈ ഓർഡർ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പക്ക ബോട്ടിക് ടെസ്റ്റിനാണ് കൂടുതൽ സാധനം ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഈ ഒരു വിസ്തീർണം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗോഡൌൺ 4th ഫ്ലോറിലാണുള്ളത്. സാധനം ഫുൾ പാക്ക് അവിടെയാണ് ഉണ്ടാകുക. അവിടുന്ന് സാധനം ബൈ പാർസൽ ആയിട്ട് പോകാണ് ചെയ്യാറ്. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനും കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനും ഉണ്ട്, പിന്നെ ഓപ്പൺ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓഫ്ലൈനിലും ചെയ്യുന്നുണ്ട്, ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് എന്താ പറയാ ചാകര ഖുഷാൽ എന്ന് പറയണേ ആ ഒരു സംഭവം. പക്ഷെ ഇവിടെ എല്ലാം ഇടാൻ തോന്നും, അത്രയും നല്ല കളക്ഷൻസ്. ഇപ്പൊ ഇതിട്ടപ്പോ ഞാൻ അത് കണ്ടപ്പോ അത് ഇടാൻ തോന്നി, അത് കണ്ടപ്പോ അത് ഇടണം തോന്നി. സത്യം. ഇനി
നമ്മൾ കേൾക്കാത്ത പേരുകൾ എന്ന് പറഞ്ഞില്ല, ആദ്യം തന്നെ എന്നിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു 3 പീസിന്റെ കളക്ഷൻ. ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് വരുന്നത് ഗ്ലാസ് ചന്തേരിയാണ്. യെസ്, നമ്മുടെ വീഡിയോയിൽ ഇതുവരെ നമ്മൾ കാണാത്തതും കേൾക്കാത്ത പേരാണ്. മൽചന്തേരി അല്ലെങ്കിൽ കോട്ടൺ ചന്തേരി ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഗ്ലാസ് ചന്തേരി, നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ്, ഒരു പ്രീമിയം സെക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. നീ റേറ്റ് ഇറങ്ങിയ സ്ക്രീൻഷോട്ട് എടുത്തോ, വിളിച്ച് ചോദിക്കാം നമുക്ക് റേറ്റ് എത്രയാണ് എന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെയാ, ഇതിന്റെ കളേഴ്സ് ഉണ്ടോ, ഡിസൈൻസ്? ഇതിൽ വരുന്നത് ആകെ 2 കളേഴ്സാണ് മാഡം. ഒന്ന് ഈ ഒരു വേറെ ഏതാ കളറും, ഒന്ന് അതേപോലെ ബ്രിക്ക് കളറും. ബ്രിക്ക് കളർ നമ്മുടെ സൈസ് വരുന്നത് ML XL XXL. പിന്നെ 1000 ബിലോ വരുന്നത് M2 XXL 5 പീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇവര് കുറച്ച് യൂണിക് എന്ന് പറഞ്ഞാൽ ബുട്ടിക്കാർക്കും അതുപോലെ ബുട്ടിക് ടേസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ബുട്ടിക് ടേസ്റ്റ് ആണ്, നോർമൽ അല്ല ബുട്ടിക് ടേസ്റ്റ് ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണും കേൾക്കും ചെയ്യാം. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പഠിക്കാം, പറഞ്ഞോളൂ. ഇത് പ്യുവർ ഗ്ലാസ് ചന്തേരിയിൽ വന്ന പാറ്റേൺ ആണ് മാഡം. ഇത് കൽക്കത്ത വർക്കാണ് വരുന്നത്. ഇത് ലേശം പ്രീമിയം റേഞ്ചിലാണ് വരുന്നത്. കൽക്കട്ട വർക്ക്, സെറോസ്കി വർക്ക് എന്നൊക്കെ പറയും, ഫ്രഞ്ച് നോട്ട്, സ്വീക്വൻസ് വർക്ക്. അപ്പൊ മെയിൻ ആയിട്ട് കൽക്കട്ട വർക്ക് എന്ന് മൊത്തത്തിൽ പറയണത്. ഇത് കൽക്കത്ത എന്ന് വരുന്നതാണ്. ഇത് തോയ് വർക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, തോയ് വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട്. ഷോൾ അതേമാതിരി ഓൾ ഓവർ ബുട്ടയായിരിക്കും വരിക. ഓ, നല്ല സോഫ്റ്റ് കേട്ടോ. പിന്നെ നമ്മളിത് കാണുന്നത് ഇപ്പൊ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എത്തിച്ചു തരൂല. പിന്നെ സിംഗിൾ പീസ് ഇല്ല കേട്ടോ, ഇത് ഹോൾസെയിൽ ആണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം. കച്ചവടക്കാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എടുത്ത് മാത്രമേ ഉള്ളൂ. അതെ, ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് വിത്ത് 3 പീസിന്റെ ഒരു ബോട്ടം കൂടി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയാൻ വേറൊരു സംഭവം കൂടി ഉണ്ട്. 3 പീസും അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അൺസ്റ്റിച്ചഡ് ഒക്കെ ആ സൈഡ് അല്ലേ? അൺസ്റ്റിച്ചഡ് ആ സൈഡ്, അതുപോലെ തന്നെ റെഡിമെയ്ഡിന്റെ ഈ സൈഡിൽ, അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ കുർത്തി 2 പീസ് അങ്ങനത്തെ സംഭവമില്ലേ, ഓൺലി 3 പീസ്. അതാണ്. അതെ, ഓൺലി 3 പീസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പാകിസ്ഥാനി കൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. പാകിസ്ഥാനിൽ നമുക്ക് നോർമൽ റേഞ്ചിലും അവൈലബിൾ ആണ്. പക്ഷെ ഇതെന്ന് പറയണത് അതല്ല അല്ലേ, ഒരു ശരിക്കും പാകിസ്ഥാനി എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് ഇടുമ്പോഴാണ് കേട്ടോ അതിന്റെ ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത്. പിന്നെ പാന്റിന്റെ മെറ്റീരിയൽ സാധാരണ നോർമൽ ഷാൻറ്റൂൻ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഇത് നല്ല പ്രീമിയം ആണ്. പക്ഷെ നമ്മളിത് മൊത്തത്തിൽ വാഷിംഗ് എന്തായാലും നിങ്ങൾ ഡ്രൈ ക്ലീൻ DC പറയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഡ്രൈ ക്ലീൻ പറയണം. ഓക്കെ. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യണ സമയത്തും ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്തോളൂ. കാരണം ഡ്രൈ ക്ലീനിങ് ആണ് മൊത്തം ഇരിക്കുന്ന ഐറ്റംസ് വരുന്നത് കേട്ടോ. പിന്നെ ഇതും അതേപോലെ തന്നെ മാഡം മലായ് ചന്തേരി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഒക്കെ ചന്തേരിയിൽ കുറെ വേരിയേഷൻ ഉണ്ട്. എന്തൊക്കെ വേരിയേഷൻസ് പറയാം? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മൽചന്തേരി ഒരുപാട് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലായ് ചന്തേരി ഉണ്ട്, ഗ്ലാസ് ചന്തേരി ഉണ്ട്, ക്രഷ് ചന്തേരി ഉണ്ട്, പിന്നെ റയോൺ ക്രഷ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തുണിയിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ ഇട്ടിട്ടുണ്ട്. വാവ്, ഗ്രേറ്റ്. ഇത് നമ്മുടെ പ്രൊഡക്ഷനിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ എവിടെയാണ്? നമ്മുടെ പ്രൊഡക്ഷൻ പുറത്തുനിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഇൻഹൗസ് ആണ്, അവിടെ നിന്നാണ് സാധനങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെയല്ല പ്രൊഡക്ഷൻ നടക്കുന്നത് പുറത്ത്. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ലുക്ക് വൈസ് ഇങ്ങനെയാണ്. 4 പീസിന്റെ ഒരു സെറ്റാണ്. ആ ഒരു സെറ്റ് ഒന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇട്ടത് അതന്നെ ഇട്ടാലും കുഴപ്പമില്ല മാഡം. വേറെ ഇത് അതിന്റെ ഒരു ഡീറ്റെയിലിങ്. ഇപ്പൊ ഞാൻ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മീഡിയം ലാർജ് സൈസ് ആണ് വേണ്ടത്. പക്ഷെ ഞാൻ ഇവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഇട്ടപ്പോ മീഡിയം മതി. അത്രയ്ക്കും മാർജിൻ ഇട്ടിട്ട് നമ്മൾ ഈ സംഭവം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ഇതിലത്തെ ഇപ്പൊ മീഡിയം ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസിന്റെ സെറ്റ് എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. സെയിൽസ് പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതെ, ക്വാളിറ്റി അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 രൂപ കൂടിയാലും കസ്റ്റമർ വരുന്നത് റിപ്പീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ അല്ല, ഒരു ജാഥ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്നില്ല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി കളേഴ്സും നമുക്ക് ഒരുപാട് നല്ല കളേഴ്സുകളാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇത് പൗഡർ ബ്ലൂ ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഈ കളർ അല്ലേ. ഈ കളർ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും സെയിം തന്നെയാണ് വരുന്നത്. നമ്മുടെ ഗ്ലാസ് ചന്തേരി ആ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഈ ഓൾ ഓവർ ഈ വർക്ക് ഉണ്ടല്ലോ, എംബ്രോയിഡറി വർക്ക്, ഇതിൽ ഫ്രഞ്ച് നോട്ട് വിത്ത് 3 പാറ്റേൺ വർക്കാണ് ഇതിൽ വരുന്നത് മാഡം. ഇത് ശരിക്കും എടുത്തൊന്ന് കാണിച്ചാലേ കറക്റ്റ് ആ ഒരു വർക്ക് കാന്ത വർക്ക് വരുന്നുണ്ട് അല്ലേ? ഫുള്ള് ഈ കൈകൊണ്ടുള്ള വർക്കാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി അല്ല, മെഷീൻ എംബ്രോയിഡറി അല്ല, കൈകൊണ്ട് കാന്ത വർക്ക് ഉണ്ട്, അതിൽ സ്വീക്വൻസ് വർക്ക് ഉണ്ട്, ഫ്രഞ്ച് നോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് വർക്കുകൾ കയറിയിട്ടുണ്ട്.
ഓക്കെ. പിന്നെ 3 പീസിൽ ഇനി ഈ ദുപ്പട്ട ഒന്ന് ഞാൻ 2 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല വെറൈറ്റി ആയിട്ട് കാണിക്കാം. അതേനാ ഷോ മെറ്റീരിയൽ ഇവിടെ വന്ന് ഫീൽ ചെയ്യൂട്ടോ. ഒരു എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നു അയ്യോ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു വിഷമം നമുക്ക് നമ്മുടെ മനസ്സിൽ വരില്ല. വന്നാൽ എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈ ആയിട്ട് പോകും. അങ്ങനത്തെ ഒരു ഷോപ്പാണ് പെറ്റൽസ്. ഡെഫിനറ്റ്ലി അത് 100 അല്ല 101% ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇട്ടിട്ട് പറയണതാണ് കേട്ടോ. അത്രയും ഉറപ്പോട് കൂടിയിട്ട് അത്രയും നല്ല മെറ്റീരിയലാണ്. പിന്നെ കളർ, ഇതിൻ്റെ വർക്ക് സൂപ്പർ കളർ, സൂപ്പർ വർക്ക്. ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നത് എല്ലാതും. ഓക്കെ. ഇതൊക്കെ പ്രീമിയം നമുക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒക്കേഷൻ ഒക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത നമുക്ക് കോട്ടണിലും വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട. ഓക്കെ. ഇത് അതേപോലെ മാഡം ഇതൊരു ഗജി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഗജി സിൽക്ക്. ഗജി സിൽക്ക് സ്ട്രൈറ്റ് ആണ് വരുന്നത്. ഇതൊക്കെ ബജറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. ബജറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പ്യുവർ ടു പ്യുവർ യൂസ് ചെയ്യാൻ പറ്റൂല. അത് കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ബജറ്റ് റേഞ്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ടോപ്പ് വരുന്നത് ഗജിയാണ്. ദുപ്പട്ട മാർബിൾ ഷിഫോൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ കുറച്ച് ഡിഫറൻസ്. ഇപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ 3ഉം ഒരേപോലത്തെ ക്വാളിറ്റി വെക്കുമ്പോൾ പ്രീമിയത്തിലേക്ക് കടന്നു. 3ഉം ഡിഫറെന്റ് ക്വാളിറ്റി ആകുമ്പോൾ അതനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലേക്ക് കടന്നു അല്ലേ? അതാണ് കോൺസെപ്റ്റ്. അത് കച്ചവടക്കാർക്ക് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് പക്ക അവർ കച്ചവടക്കാരായിരിക്കണം. അവർക്ക് GST ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ കച്ചവടം നടത്തുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണോ ഡിസ്കസ് ചെയ്തോ നേരിട്ട് നിങ്ങൾ കേട്ടോ. അപ്പൊ ഗജി സിൽക്ക് മെറ്റീരിയലും ഉണ്ട്. ഇത് മൽക്കോട്ടൺ അനാർക്കലി സ്റ്റൈലില് ഒരു പ്രാവശ്യം വന്നിട്ട് സെയിൽ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാണ്. അതെ. പിന്നെ മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാം പെണ്ണുങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട മെറ്റീരിയലും കൂടിയാണ്. നല്ല കംഫർട്ടബിളിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയിൽ സൈഡിൽ ഇങ്ങനെ ലേസ് ഒക്കെ പോയിട്ടുണ്ട്. സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇത് മുകേഷ് വർക്ക് എന്ന് അങ്ങനെ തോന്നുന്നുണ്ട് ഈ വർക്കിന് പറയുന്ന സൈഡിൽ. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അനാർക്കലി എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വേറെ തന്നെയല്ല. അത് സ്ട്രെയിറ്റ് ഫിറ്റും എ ലൈനും ഒക്കെ മാറി നിൽക്കും. ഇത് അതേപോലെ മാഡം റിച്ച് കോട്ടൺ ആണ് മെറ്റീരിയൽ. റിച്ച് കോട്ടൺ ബിഗ് സൈസും ഉണ്ട്. ഇതിപ്പോ ഏതാ സൈസ്? ഇത് നമ്മുടെ സൈസ് വരുന്നത് മാഡം എല്ലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിന്റെ സൈസ് വരും. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ലാർജ് ആണ് നോർമലി യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ആണ് ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഡിസൈൻസ് ഓൺലൈനിലും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ഒരു പോർഷൻ കണ്ടോ, നമ്മുടെ റിങ്കിളുടെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. ഇത് ഇവിടെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കാണിക്കുന്നത്. 2 സൈഡിലാണ് ഇങ്ങനെ ഒരു ഫ്ലീറ്റ് പോയിക്കുന്നത് റിങ്കിളുടെ ആ ഒരു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കംഫർട്ട് കൂടുതൽ കിട്ടും അല്ലേ? കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റെഡിമെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ദുപ്പട്ട എപ്പോഴും ഒരു നോർമൽ ദുപ്പട്ട ആയിരിക്കും. നമ്മൾ ദുപ്പട്ട സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് മാഡം. ഫുൾ വിടുത്ത് ആയിരിക്കും. 34 പന്ന ഉണ്ടാവും. വിടുത്ത് 240 ഉണ്ടാകും മാഡം. പക്കയായിരിക്കും. അതിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഇല്ല. അല്ലാതെ ഒരു ഫങ്ഷൻ ആ ഒരു കോൺസെപ്റ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ 3 പീസില്. പിന്നെ കളേഴ്സും നല്ല നല്ല കളേഴ്സ് അല്ലേ? ഇതിലൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോ കുറച്ച് എടുത്ത് വെച്ചെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ കടയുടെ ലുക്ക് നോക്കണ്ട. ഉള്ളിലിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കാണിച്ചാലും മതിയാവില്ല. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ വർക്ക് എന്ന് പറയുമ്പോൾ നോർമൽ എംബ്രോയിഡറി വർക്ക്. അതെ, ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ കേട്ടോ. അതിൽ 3 പീസ് ഉദ്ദേശിച്ചിട്ട് വരുന്നവർക്കാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊരു വി നെക്ക് ടൈപ്പ് ആയിട്ടുള്ള കോളർ. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയുടെ ലെങ്ത് കുറഞ്ഞു എന്ന് വിചാരിക്കണ്ട, ബാക്കിലേക്ക് കൂട്ടി പോയി അല്ല അങ്ങനെ. ഇതിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത്. സംഭവം എനിക്ക് വന്നോടത്തോളം ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കോഴിക്കോട് സ്പേസ് മാളിലേക്ക് വരുന്നത്. വന്നോടത്തോളം എനിക്ക് ജെൻസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ലേഡീസിൻ്റെ യൂണിക് കട കാണിക്കേണ്ടത്. ആ യൂണിക് ഷോപ്പാണ് നമ്മുടെ പെറ്റൽസ്. നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ലല്ലോ, വേറെ സ്ഥലത്തൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷോപ്പിന്റെ സമയത്ത് എത്ര മണി തൊട്ട്? രാവിലെ 10 to 8:30 വരെയാണ്. പിന്നെ കസ്റ്റമർ ഉണ്ടെങ്കിൽ നേരത്തെ വേണമെങ്കിൽ നേരത്തെ. അത് നിങ്ങളൊന്ന് വിളിച്ച് പറയണം. നിങ്ങൾ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ. അതുപോലെ തന്നെ സൺഡേ സീസൺ സമയത്ത് ഓപ്പൺ ആണ്. സൺഡേ സീസൺ സമയത്ത് ഓപ്പൺ ആണ്. അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. സീസൺ സമയത്ത് ഏതൊരു മാർക്കറ്റും നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ ഇത് നോക്കിയേ. പിന്നെ കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരിപ്പോൾ രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഷോപ്പ് തുറന്ന് വെക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഹാൻഡ് പിക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞില്ല, അങ്ങനെ എന്താ പിക്ക് ചെയ്യുക അങ്ങനെ, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നോക്കിയേ,
ഡോബി കോട്ടൺ ആണ്. ഡോബി കോട്ടൺ. അതില് ഈ ഇടയിലിടയിൽ ഇങ്ങനെ ഒരു ഇത് നിൽക്കണം, അതില് ഡോബി കോട്ടൺ എന്നാണ്. ഡോബി കോട്ടൺ എന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ മൽ ദുപ്പട്ട പിന്നെ ഇതിലത്തെ ക്രോഷ്യ ലേസ് ആണ് ഓൾ ഓവർ. ക്രോഷ്യ ലേസ് വിത്ത് പാനൽ വർക്ക് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അതും ഷോൾഡറിൽ നിന്നാണ് ഈ ഒരു പാനൽ വർക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ അനാർക്കലി സ്റ്റൈൽ. പിന്നെ ഇതും കാന്ത വർക്കിൽ തന്നെ അല്ലേ? അതെ, കാന്ത വർക്ക് മെറ്റീരിയൽ ഇത് ചന്തേരി മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ കാണുന്ന വർക്ക് മൊത്തം കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്, ഹാൻഡ് വർക്കാണ് മൊത്തം. അതിൽ കാന്ത വർക്ക് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാം ഇതിൻ്റെ ആ ഒരു വർക്ക് കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ വരുന്നതാണ്. ഇതിൽ വിത്ത് പാൻറ് ഉണ്ട്. പാൻറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ലൈനിങ് ഉണ്ടാവുമോ എങ്ങനെയാണ് മൽക്കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ പാൻറ് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിൽ ട്രാൻസ്പെറൻറ്റ് പാൻറ് ആണെങ്കിൽ അതിന് എന്തായാലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യും. ഓക്കെ. അതല്ലാതെ നോർമൽ സാൻഡൂൺ ബോട്ട് ആണെങ്കിൽ സാൻഡൂണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ അനാർക്കലി സ്റ്റൈലാണെങ്കിൽ പിന്നെ അതിനും ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അത് സൈഡ് സ്ലിറ്റ് ഒക്കെ വരുമ്പോൾ ആണ് വേണ്ടത്. എന്നാലും നമുക്ക് ചോദിക്കണ്ടേ. ഇതാ കളർ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കളർ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ? ഇത് ദുപ്പട്ട വരുന്നത് ഗ്ലാസ് ഓർഗൻസ ആണ് മേഡം. ഇതല്ലേ? ഓ, ഓർഗൻസ ഗ്ലാസ് ആണ്. ഗ്ലാസ് ഓർഗൻസയുടെ ദുപ്പട്ട ടോപ്പ് അടിപൊളി. ഇങ്ങനെ എന്തായാലും ഞാനൊരു യൂണിക്ക് കാണിച്ചെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ നിങ്ങൾ ഇപ്പം കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലേ, അവരും കൂടി അറിയണ്ടേ. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സ്, വാക്കിംഗ് കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ വീഡിയോ കോൾ ത്രൂ ആണ് കസ്റ്റമേഴ്സ് അല്ലേ കൂടുതൽ പോകുന്നത്. അതാണ് ഇപ്പൊ തിരക്കില്ലാത്ത സമയം നോക്കി ഞാൻ ഇങ്ങനെ കയറി വന്നത്. ഇവിടെ തകർപ്പനായിട്ട് ഇങ്ങനെ ഓൺലൈൻ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ലൈനിൽ അതിൽ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ്, അതിൽ ദുപ്പട്ട. ഇതും ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു ലൈൻ വരുന്നത് അല്ലേ? അതെ, അതിൽ ദുപ്പട്ട. അപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് വർക്ക്സിൽ കുറേ ഉണ്ട് കാണിക്കാൻ. ഞാൻ വേഗം കാണിച്ചു പോവാം. ഓക്കെ, നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കോഴിക്കോട് മാവൂർ റോഡ് ബസ് പുതിയ സ്റ്റാൻഡിന് സമീപം മർക്കസ് പള്ളിയുടെ തൊട്ടാണ്. മർക്കസ് മസ്ജിദ് ആണ് കേട്ടോ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ സ്പേസ് മാൾ എന്ന് ചോദിച്ചാൽ ആരും എന്താ പറയുക, സ്പേസ് മാൾ കോഴിക്കോട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ്. ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? നമുക്ക് 1.5 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. ഇനിയിപ്പം നമുക്ക് KRCT ബസ് സ്റ്റാൻഡ് ബസിന്റെ അവിടുന്ന് ഓൺലി 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ബൈ കാർ വരാണെങ്കിൽ നിങ്ങൾ സ്പേസ് മാളിൽ നിന്ന് ഇട്ടാൽ മതി ലൊക്കേഷൻ, അല്ലെങ്കിൽ പെറ്റൽസ് നിന്ന് ഇട്ടാലും നമുക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിംഗ് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കോട്ടണില് മൽക്കോട്ടണില് ഇതാ ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. വർക്ക് നിങ്ങൾക്ക് യൂണിക് ഡിഫറെൻ്റ് ആയിട്ട് എന്തായാലും ഇവിടെ കിട്ടിയിരിക്കും. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മിനിമം ക്വാണ്ടിറ്റി എന്തായാലും 60 പീസ് എടുക്കണം. ഒരേ പാറ്റേൺ 60 പീസ് അവരെടുക്കണം. അല്ല, അത് ഞാൻ എടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺ ടാഗ് വെക്കണം. അതെ, അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി ബേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കസ്റ്റമൈസ് ഉണ്ട്. ബാക്കി നിങ്ങൾ ഡീറ്റെയിൽസ് വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഓഫ് വൈറ്റ് ഇഷ്ടപ്പെടാത്ത ഒരു ആരുള്ള അല്ലേ, അതിലും ഗ്ലാസ് ഓർഗൻസിയാണ്. അതെ, ഇതാ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഡിസൈനർ ടീം ഇരുന്നിട്ടാണോ നിങ്ങളുടെ ഈ ഓരോന്നോരോന്ന് കളർ അതിന്റെ കോമ്പിനേഷൻ ഒക്കെ സെലക്ട് ചെയ്യുന്നത്? ഡിസൈനർ ടീം ഇരുന്നിട്ടാണ് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കളറും നന്നായിട്ടുണ്ട്. മഞ്ഞ യെല്ലോയിൽ ആ ഒരു ബ്ലൂ വന്നപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ ഡിഫറെൻ്റ് മാറി. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ടയിലും കൂടി ഒരു ഹൈലൈറ്റ് ഉണ്ട്. ദുപ്പട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഓംബ്രേ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇതാ സ്കാലപ്പ് ഓൾ ഓവർ ബുട്ടായിട്ട് വരുന്ന ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ 1 മാസം കഴിഞ്ഞാൽ വന്ന 1 മാസം കഴിയേണ്ട മാഡം, അതിന്റെ മുന്നേ തന്നെ അവർക്ക് കിട്ടൂല. അപ്പൊ കിട്ടണമെങ്കിൽ സാധനങ്ങൾ അപ്ഡേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ചുരുങ്ങിയത് ഒരു 2-3 ദിവസം അപ്പോഴേക്ക് സാധനം മൊത്തം പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ഇതിന്റെ പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ പുതിയ മോഡൽസ് ആ ടൈം ടു അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ചില സാധനങ്ങൾ നമ്മൾ കസ്റ്റമറെ നിർദ്ദേശാനുസരണം വീണ്ടും നമ്മൾ റീപ്രൊഡക്ഷൻ ഇടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇൻസ്റ്റ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് നിങ്ങളുടെ കളക്ഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് ടൈം നമ്മുടെ കൗണ്ടറിൽ വന്നിട്ട് അവരൊന്ന് വിസിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റമർ ഫസ്റ്റ് പറഞ്ഞാൽ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഫോട്ടോ മിസ്യൂസ് ആകും. അതുകൊണ്ട് ഫസ്റ്റ് 1-2 ഡീല് അവരിവിടെ വന്നിട്ട് ബൈ ഹാൻഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ലിങ്ക് കൊടുക്കും. ഹാൻഡ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഈ
ക്യാഷിന്റെ പർച്ചേസിംഗ് അല്ല ഉദ്ദേശിച്ചത്, ഈ തൊട്ടിട്ട് അല്ല എങ്ങനെ ചിലർ അവിടെ ഇരുന്നിട്ടാ ക്യാഷ് കൊടുത്താൽ മാത്രം ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ടച്ച് ആൻഡ് ഫീൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ടച്ച് ആൻഡ് ഫീൽ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കി നിങ്ങളുടെ കൺമുന്നിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് 1-2 തവണ ഡീലിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കോൾ ത്രൂ ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ജെന്യുവൻ എന്താ പറയാ ഓണർ എന്ന് പറയുന്നത്. അതാണ് അല്ല നോർമലി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ നമ്മൾ അയച്ച അങ്ങനെയല്ല. മാഡം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ തന്നെ 3 കാറ്റഗറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇപ്പൊ മാഡം കണ്ട ഈ ഒരു പാറ്റേൺ നമ്മുടെ റേഞ്ച് ആ തുണിക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ സ്ലബിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 400 rupees കുറയും. അപ്പൊ ഫോട്ടോയിൽ അവർ കാണുന്നത് എന്തായാലും അവർക്ക് ഫോട്ടോയിൽ പാറ്റേണെ കാണാൻ കഴിയുള്ളൂ, തുണി ടച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം അവര് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ബിസിനസ് കിട്ടും. അപ്പൊ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലെല്ലാം 3 ഡിഫറെന്റ് റേഞ്ചില് 3 ഡിഫറെന്റ് വേരിയേഷൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഏത് റേഞ്ചാണ് വേണ്ടത്, എങ്ങനെയാണ് അത് തുണിയുടെ മെറ്റീരിയലിന് ഇതനുസരിച്ചിട്ട് അപ്പൊ അത് നിങ്ങൾ തന്നെ വന്ന് ചൂസ് ചെയ്യണം. അതിന് വേറെ മാർഗം ഒന്നുമില്ല, നിങ്ങൾ വന്നേ പറ്റുള്ളൂ. കാരണം വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുള്ളൂ. അത് 1 തവണ 2 തവണ ആ ഒരു ബുദ്ധിമുട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കച്ചവടത്തിൽ അവർക്ക് ഒരുപാട് പ്ലസ് ആയിരിക്കും. അതെ, പിന്നെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ കടയിടുന്നത്. അപ്പൊ നിങ്ങളുടെ കടയിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നോക്കിയ കോട്ടന്റെ ഇതൊക്കെ നമ്മുടേത് നടക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് നമ്മൾ സെയിൽ ചെയ്യുന്ന പാറ്റേൺ. ഇത് നല്ല ഓഫീസ് വെയറിനൊക്കെ നല്ല അടിപൊളി സാധനമായിരിക്കും. അത് കോൺട്രാസ്റ്റിൽ ഇങ്ങനെ ദുപ്പട്ട വന്നത് ഓഫീസ് വെയറിനൊക്കെ കോട്ടൺ എന്ന് പറഞ്ഞാൽ അത് കോട്ടൺ നോർമൽ കോട്ടൺ അല്ല, നല്ല ഹൈ ക്വാളിറ്റി 60 അല്ല 60 ഇത് പറഞ്ഞാൽ ഗാംതി കോട്ടൺ. ഗാംതി കോട്ടൺ കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഓരോരോ പേരുകൾ ഇനി ഇവിടെ വന്നാൽ പഠിക്കാൻ പറ്റുന്ന. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിന് ഇരിക്കാനായിട്ട്. ഞാൻ കേൾക്കാത്ത കുറച്ച് പേരുകളൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടി. ഇതാ ഇത് നോക്കിയ ഒരു പാനൽ വർക്കിലാണ് കേട്ടോ, അനാർക്കലി സ്റ്റൈലിൽ ഫ്ലയർ അടിപൊളി. അതുപോലെ അടിയിലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, മെയിൻ വർക്ക് പറയണത്. പാൻറ് സെയിം ടു സെയിം. ഇനി ഞാൻ സത്യം പറയാലോ, അത് വീഡിയോയിൽ വേണ്ടിയിട്ട് പറയണതല്ല, സൂപ്പറായിട്ട് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു മൊത്തത്തില്. നമ്മൾ കാണാത്ത കുറെ സംഭവങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ, ഫുൾ അതിൽ സീക്വൻസ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ മാഡം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമുക്ക് അതിന്റെ വേറൊരു ടീം തന്നെയാണ്. അതെ, അത് അവര് ഒന്നായിട്ട് തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. തുണിയുടെ ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റി നോക്കിയിട്ട് പിന്നെ നമ്മൾ ചില പാറ്റേൺ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കും. പിന്നെ അത് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബഡ്ജറ്റ് ആ റേഞ്ചിലാക്കാൻ വേണ്ടിയിട്ട് തുണി ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ കുറെ പണിയുണ്ട്. ഈ ഒരു സംഭവം നമ്മളിങ്ങനെ കാണണമെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എഫോർട്ട് എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നുമല്ല. നമ്മൾ പല മില്ലുകളും പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ സ്റ്റിച്ചിങ് മാത്രമല്ല, സ്റ്റിച്ചിങ് തൊട്ട് അതിന്റെ വർക്ക് ചെയ്യണേലും അതിന്റെ ഫിനിഷിങ്ങിലും അയണിങ്ങിലും എല്ലാത്തിലും ഓരോരോ സംഭവത്തിലും നമ്മൾ അത്രയും എഫോർട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതും ഗ്ലാസ് ചന്തേരിയാണ് ആ ഒരു കൺസെപ്റ്റില്. സ്ട്രേറ്റ് ഫിറ്റിലാണ്, ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇതിന്റെ ദുപ്പട്ടയാണ് എനിക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് പറയാനുള്ളത്. ഈ വർക്ക് എന്ന് പറയുന്നത് ദുപ്പട്ട പ്രിന്റ് അല്ല. അതെ, ഇത് ഫുൾ അതാ ഞാൻ പറയാം. ഫോട്ടോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് പ്രിന്റ് അല്ല, ഫുൾ വീവിംഗിൽ വരുന്നതാണ്, എംബ്രോയിഡറിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് വരുന്ന കസ്റ്റമർ വന്ന് ടച്ച് ചെയ്തിട്ട് സാധനം എടുക്കണം. അതെ, അതാണ് അതിന്റെ മര്യാദ എന്ന് പറയണത് അല്ലേ. ഓക്കെ, പിന്നെ ഇനിയിപ്പോ നമുക്ക് അൺസ്റ്റിച്ചഡും കാണിക്കാനുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്ലയർ നന്നായിട്ടിട്ടുണ്ട്. തുണിക്ക് എന്താ പറയാ, ഒരു കോംപ്രമൈസും ഇല്ല. നമ്മള് ക്വാളിറ്റി തന്നെയല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ അടിയിലത്തെ ഫ്ലയർ എന്ന് പറയുമ്പോ അതിന്റെ ചെറിയൊരു 1 ഇഞ്ച് 2 ഇഞ്ച് കുറഞ്ഞാലും ആ ഫ്ലീറ്റിന്റെ ഇത് കുറഞ്ഞാലും കോസ്റ്റിന് മാറ്റം വരും. അങ്ങനെയല്ല, തുണിക്ക് നന്നായിട്ട് ഫ്ലീറ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഒരു ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. എന്തായാലും ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വിത്ത് ദുപ്പട്ട പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇതില് വിത്ത് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഓക്കെ, ബ്രിക്ക് ഷെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് എടുത്തോ മക്കളെ, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ ഇട്ടതാ കംഫർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കോംപ്രമൈസ് ഇല്ല. അത്രയും നല്ല അടിപൊളി സാധനം. ഇതിന് 2 ഷെയ്ഡാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ കണ്ട ഇപ്പൊ വേഗം വന്ന് എടുത്തു, അത്രേ പറയാനുള്ളൂ. നാളേക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഗ്ലാസ് ചന്തേരി ഇതൊരു ഇനി ലൈറ്റ് സട്ടൽ ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതാ ഇത് ഒരു ഗ്രേയില് നോർമൽ ഒരു ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് നമുക്ക് ഒരു ടച്ച് ആൻഡ് ഫീലിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? വിളിച്ചോ, ഞാൻ പറയൂല. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിൽ മൊത്തം കച്ചവടക്കാരും സെയിൽ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് പിടിച്ചടിക്കും. നമുക്ക് മാർജിൻ ഇട്ട് സെയിൽ ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത വേറെ തന്നെ. എന്താണെന്നറിയോ, നമുക്ക് ഇതിൽ ഒരു ഇരട്ടി മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഈ ബുട്ടിക് കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇപ്പൊ
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2000 രൂപ 3000 രൂപ ഐറ്റം ആണെങ്കിൽ നമുക്ക് ഒരു 7000 8000 ആ റേഞ്ചിന് വരെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനത്തെ നോർമലിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര മാർജിൻ ഇടാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഒക്കെ റേഞ്ച് അല്ലേ? സത്യമല്ലേ? മാഡത്തിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇപ്പൊ കാണിച്ചതിന്റെ തൊട്ട്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? അതിന്റെ വിത്ത് ദുപ്പട്ട എടുക്കാം 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ ഇത് അയ്യോ സോറി ഇത് ഈ കളറിന് ഇപ്പൊ എന്താ പറയാ, എന്തോ അടിപൊളി കളറാണ്. പക്ഷെ കളർ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും കളർ വൈസ് അടിപൊളിയാണ്. ക്യാമറയിൽ കാണുന്ന ആ ഒരു കളർ തന്നെ. ഓഫ് വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് വൈറ്റ് അല്ല, ഒരു ഓണിയൻ ഷെയ്ഡ്, ലൈറ്റ് ഓണിയൻ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലാണ്. ഫുൾ വർക്കാണ്, എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ. പിന്നെ ബ്ലാക്ക് ഫ്ലവേഴ്സിന് അതും ഞാൻ ഇത്ര നേരം വിചാരിക്കണം ബ്ലാക്ക് ഇതുവരെ കാണിച്ചില്ലല്ലോ എന്ന്. ബ്ലാക്കിലും ഉണ്ടെന്നേ. ഇതും ആ ഒരു യെസ് പറഞ്ഞു, ഡാസ്ലിൻ. അതൊരു ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ടാവും. നമുക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് ഡാസ്ലിൻ മെറ്റീരിയൽ. സൂപ്പർ അല്ലേ? അപ്പൊ ഇതിന് ദുപ്പട്ട ആയാലും ഓർഗൻസ അല്ലേ? ഓർഗൻസ ഇരിക്കുന്ന പാറ്റേൺ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതും പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് നോർമൽ കാണുന്നേക്കാളും വിട്ടിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഇനി ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്കിലും ഉണ്ടെന്നേ, കണ്ട നല്ല ഫ്ലീറ്റോട് കൂടിയിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ബാക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണോ ഓരോരോ ഡ്രസ്സ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് തന്നെ. അതിൽ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ദുപ്പട്ട എന്ന് പറയുമ്പോൾ അതിൽ 2 ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. സ്കാലപ്പ് പോലെ ഒരെണ്ണം, പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്, ഫുൾ എംബ്രോയിഡറി വർക്ക്, ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ്. ഇനി ക്യാമറയിൽ വൈറ്റ് ആണോ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കളർ എടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് ഫുൾ വർക്കോട് കൂടിയിട്ട് അല്ലെ, ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. എ ലൈൻ സ്റ്റൈലിലാണ്. മാർജിൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, തുണി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, ഉള്ളിൽ ലൈനിങ്ങും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിൽ നമ്മൾ വേറെ ചെയ്യുമ്പോൾ ഉള്ളിൽ ലൈനിങ് ഇല്ലേ, അത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞാലോ മനസ്സിലാവുള്ളൂ. ഇറിറ്റേഷൻ തന്നെയല്ല, ഉള്ളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും. പുറത്തത്തെ തുണി ഫ്രീ ആണെങ്കിൽ ഉള്ളിൽ ലൈനിങ് ടൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടത്തെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, ഒക്കെ നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഒക്കെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടും ഇല്ല, നല്ല കളക്ഷൻസ് ഉണ്ടാവും. ദുപ്പട്ടയിലും ആ ഒരു ദുപ്പട്ട എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ലോണം വർക്ക് ഉണ്ട്. ഇതാ ഈ ഒരു സെയിം ഹാൻഡ് വർക്ക് കോൺസെപ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിലും ലൈനിങ് ഉണ്ട്, ആ ലൈനിങ്ങിന്റെ ഫിനിഷിങ്ങുമാണ് കാണിക്കുന്നത്. ചിലതിന് ലൈനിങ് വേണമെന്ന് പറയുമ്പോൾ വേണം അല്ലേ? ഇതിലും ലൈനിങ് ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എല്ലാതും അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കടയിൽ കുറച്ച് ഡിഫറെന്റ് യൂണിക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അത്രയും നല്ല കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇതും ആ ഒരു യോക്കിൽ ഫുൾ വർക്കോട് കൂടി തന്നെയല്ല, സ്ലീവിലും അതുപോലത്തെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവ് നോക്കിയേ, മെയിനായിട്ട് സ്ലീവാണ് കാണിക്കാനുള്ളത്. അത് എംബ്രോയിഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്തിനാ ഇനി സാരി കൊടുക്കണല്ലേ? സത്യം ഇത്രയും നല്ല കളക്ഷൻസ് ഇവിടെ ഉള്ളപ്പോൾ നോക്കിയേ, കണ്ട ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് ദുപ്പട്ടയിലും പോയിട്ടുണ്ട് ഓവറോൾ. പിന്നെ ഇത് ഡോബി കോട്ടൻ്റെ നേരത്തെ നമ്മൾ കാണിച്ചതാന്ന് തോന്നുന്നു. അതിന്റെ തന്നെ പുതിയ കളർ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ് ചിലർ മേടിക്കാൻ കുറച്ച് ഇതുണ്ടാവും, അപ്പൊ അത് വേണ്ട. പിസ്ത ഗ്രീനും നല്ല സെലക്ഷനുള്ള ഒരു കളർ തന്നെയാണ് വരുന്നത്. ഇനി ഇത് നോർമൽ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നത് അല്ലേ? ഇതിന്റെ മെറ്റീരിയൽ ഇത് ഗ്ലാസ് ചന്ദേരിയാണ്. ചന്ദേരി അപ്പൊ നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇഞ്ച് സാധാരണ ഒരു സ്കാലപ്പ് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചിലാണ് ഒരു സ്കാലപ്പ് വരുന്നത്. ഇത് 1.5 ഇഞ്ചിൽ 3 സ്കാലപ്പ് വരുന്നുണ്ട്. ഓ, അപ്പൊ കുറച്ചുകൂടി കോസ്റ്റ് കൂടും. ഇതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സാധാ ലേബേഴ്സ് അല്ല ചെയ്യുന്നത്, ഫിനിഷിംഗ് വർക്കേഴ്സ് ആണ് ചെയ്യുന്നത്. അത്രയും സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത് അതേപോലെ തന്നെ ബോട്ടത്തിന്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും മാഡം. അപ്പൊ എന്താ പറയാ, ലുക്കിൽ നോക്കണ്ട, തുണി പിടിച്ച് നോക്കാം, അതിലാണ് കാര്യം അല്ലേ? അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ പാറ്റേണിൽ നമുക്ക് ലോ റേഞ്ചിലും അവൈലബിൾ ആണ്, എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിന്റെ കമ്പാരിസൺ അത് നോക്കണ്ട, നേരിട്ട് വരാം. അതായത് ഗ്ലാസ് ചന്തേരി മെറ്റീരിയൽ തന്നെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ആയി. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ ഇതൊരു പാച്ച് വർക്ക് ആണ്, പാച്ച് കൺസെപ്റ്റ് ആണ്. ഇത്
എന്നുവെച്ചാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അതും കോൺട്രാസ്റ്റ് വന്നിരിക്കണം. ഇതെങ്ങനെ കളർ ചേഞ്ച് വരുന്നുണ്ടോ? ഇത് ഈ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. ഇനി നേരെ ഉൾട്ടായിട്ട് വരും. ഓക്കെ, റെഡില് ഈ കളറായിട്ട്. ഓക്കെ, അങ്ങനെ കേട്ടോ. അതൊക്കെ ടെക്നിക്കലാണ് കേട്ടോ, തുണി വേസ്റ്റ് ആവാണ്ടിരിക്കാനുള്ള ടെക്നിക്ക്. എന്തായാലും ഇത് 3 പീസിന്റെ കോൺസെപ്റ്റ് നമ്മളിവിടെ നിർത്താണ്. കാരണം ഈ ഇരിക്കുന്നത് സംഭവം മൊത്തം 3 പീസാണ്. 3 പീസാണ്. പിന്നെ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെട്ടായിട്ട് എടുക്കണം. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറയുകയാണെങ്കിൽ നമ്മുടെ ഗോഡൌണിൽ നിന്ന് എടുത്ത് സാമ്പിൾസ് ആണ് ഇനി ഒരുപാടുണ്ട്. പുറകിലൊക്കെ ഫുള്ള്. അതെ, ഉള്ളിലും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കടന്നിട്ടില്ല. ഞങ്ങളിപ്പോ ഈ ഒരു മുക്കിൽ നിന്നിട്ടാണ് നമ്മൾ, കാരണം ബാക്കിയുള്ളവർ അവര് ഓൺലൈനിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മളൊരു സൈഡിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് അൺസ്റ്റിച്ചഡ് പിടിച്ചാലോ? അൺസ്റ്റിച്ചഡ് ഒരു 2-3 കസ്റ്റമർ വന്ന് പോയതിന്റെ ഒരു ഈ അലങ്കോലാണ് ഇപ്പൊ ഈ നിലത്ത് കാണുന്നത് മൊത്തം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു പോകൂലേ? അങ്ങനെ ഇപ്പൊ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വാക്കിംഗ് കസ്റ്റമേഴ്സ് ആയാലും ഇങ്ങനെയൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് ഇരിക്കില്ല. എന്തായാലും ഇങ്ങനെയാണ് കട. എന്തായാലും നമുക്ക് അൺസ്റ്റിച്ചഡ് തുടങ്ങിയാലോ? ഈ പോർഷനിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, കോമൺ അല്ലാത്ത കുറെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇപ്പൊ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ക്രഷ് ചന്തേരിയാണ് മെറ്റീരിയൽ. ക്രഷ് ചന്തേരി, അത് ഒരു ക്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ക്രഷ് ചന്തേരി മെറ്റീരിയല് ഫുൾ ഹാൻഡ് വർക്ക് ആണ് മാഡം, മൾട്ടി ഹാൻഡ് വർക്ക്. അത് അടുത്ത് വന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡീറ്റെയിൽ ഞാൻ വരാം. ഇതാ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. പിന്നെ ഈ മെറ്റീരിയലിന്റെ പേര് വരുന്നത് ക്രഷ് ചന്തേരി. യെസ്, ഇതിലും കളേഴ്സ് ഇപ്പൊ അൺസ്റ്റിച്ചഡിൽ വരുമ്പോ എങ്ങനെയാ? 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതല്ലേ ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ് ആണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഡാർക്ക് ചാർട്ട് വരുന്നുണ്ട്, അത് വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ഓരോരോ സിംഗിൾ പാക്കിംഗ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചോയ്സ് പ്രകാരം എടുക്കാം. ഇപ്പൊ മറ്റേ മാതിരി നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എടുക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ അൺസ്റ്റിച്ചഡിന്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? കാര്യത്തിൽ ഇതിൽ 3 കളറാണ് വരുന്നത്. പക്ഷെ ഇത് ചോയ്സ് പ്രകാരം എടുക്കാം. ഇതല്ല നോർമലി നമുക്ക് ഇവിടെ എടുക്കണോ ഇവിടെ എടുക്കണോ അങ്ങനെ മിക്സ് ആയിട്ട് എടുക്കണോ, അല്ലെങ്കിൽ ഇതിലും ഉണ്ടാ കളേഴ്സ്? ഇതിൽ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% 4 കളറിൽ വരുന്നുണ്ട്. 50% നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. അത് കളർ ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ 2 രീതിയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. എന്താ വെച്ചാൽ ഇത് എന്താണ്, ഇങ്ങനെയാണ് ഇവരുടെ രീതി. പക്ഷെ എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്കിത് ഇന്നതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ സംഭവം പിന്നീട് വന്നാൽ കിട്ടൂല. അതുകൊണ്ടാണ് ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് അല്ലെ? അടുത്തത് നോക്കിയാലോ? ഇത് പ്യുർ മസ്ലിൻ ആണ് മെറ്റീരിയൽ. അതും മസ്ലിൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മസ്ലിൻ ആ മസ്ലിൻ അല്ല. ഈ മസ്ലിനും ഒരു ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ എനിക്ക് ഇതിന്റെ ദുപ്പട്ട തൊട്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടപ്പെട്ടു. മാർബിൾ ഷിഫോൺ ആണ് മെറ്റീരിയൽ. യെസ്, എത്ര പേരുകൾ നമ്മൾ കേട്ടു അല്ലേ? അതില് മാർബിൾ ഷിഫോൺ ആ മെറ്റീരിയൽ തന്നെ ഉണ്ട്. നമുക്ക് പിടിക്കുമ്പോഴുള്ള ആ ഒരു ക്വാളിറ്റി വൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അൺസ്റ്റിച്ചഡ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ്. കൂടുതൽ ഇപ്പൊ പേസ്റ്റലാണ് പോണ, അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഡാർക്ക് കളർ ചാർട്ട് വരുന്നുണ്ട്, അത് മാർക്കറ്റിൽ കോമൺ ആയതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കടയിൽ എന്തെങ്കിലും വെറൈറ്റി വെക്കണമെങ്കിൽ പെറ്റൽസിലേക്ക് വന്നാൽ മതി. അതല്ല ഉദ്ദേശിക്കുന്നത്? അതാണ് കണ്ട. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് പ്യുർ ലിനൻ ആണ് മെറ്റീരിയൽ മാഡം. ലിനനും വെക്കുന്നുണ്ടോ? പ്യുർ ലിനൻ മെറ്റീരിയൽ ട്ടോ, അൺസ്റ്റിച്ചഡില്. അതിൽ പ്രിന്റഡ് പ്യുർ ഗ്ലാസ് ഓർഗൻസ വിത്ത് ക്രോഷ്യ ലൈസ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതെ. സത്യമാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഓൺ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 48 ലെങ്ത് എന്തായാലും. ദുപ്പട്ട 34 വിഡ്ത്ത് ഉണ്ടാകും, 240 ലെങ്ത് ഉണ്ടാകും. പന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വീതി നമ്മുടെ 34. പന്ന എന്ന് പറയുമ്പോൾ ഈ ഹിന്ദി ലാംഗ്വേജ് കച്ചവടക്കാരുടെ ഇടയിൽ ഈ പന്ന എന്നൊക്കെ പറയണത് നോർമൽ ഭാഷയാണ്, സാധാരണക്കാരാണ് പറയണത്. അതെ. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ക്രഷ് തന്നെയാണ് ഫുൾ ഹാൻഡ് ആണ് വരുന്നത്. അതും പിസ്ത ഗ്രീനില് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇതിലൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ ചോയ്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ എടുത്താൽ മതി. പിന്നെ വീണ്ടും പറയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥലത്തും ഇവർ ഹാൻഡിൽ ചെയ്യുന്നില്ല. കാരണം റീസൺ ഇതാണ്, ഇവര് സംഭവം യൂണിക് ആയിരിക്കണം. പുറമെ അങ്ങനെ പുറം ലോകം അറിയാൻ പാടില്ല. എന്നാൽ നിങ്ങളുടെ കടയിൽ ഇരിക്കണം, അത് യൂണിക് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഇത് കാണിക്കണത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിക്ക് കിട്ടാൻ വേണ്ടി കുറേ പ്രാവശ്യം എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണ്ട എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത ഇത്രയും നല്ല കളക്ഷൻസ് നമ്മൾ വീഡിയോ എടുക്കാണ്ട് പിന്നെ എന്ത് ചെയ്യൂലേ? അത്രയും വെറൈറ്റീസ് ആണ്. പിന്നെ ഇതൊക്കെ 3 പീസ് നമ്മുടെ അൺസ്റ്റിച്ചഡിലെ കോൺസെപ്റ്റിലാണ് വരുന്നത്. കിടക്കണം. ഇത് നോക്കിയേ,
ഇതും ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു ഫുൾ വിഡ്ത്തും ലെങ്ത്തും കാണിക്കാം കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓവറോൾ. ഇനി ഇത് കലംകാരി കയറിക്കോളോ. ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമേഴ്സ് വരും പോകുന്നൊക്കെ ഉണ്ട്, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നടന്നോളൂ. എന്തായാലും ഇതും കലംകാരിയുടെ വർക്കാണ് അല്ലെ ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു പ്രിന്റ് കൺസെപ്റ്റ് ആണ്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പ്രിന്റ് ആണ് മാഡം. ഈ ഒരു കിലോമീറ്റർ പ്രിന്റ് എന്ന് പറയുമ്പോൾ ലേഡീസിന് പെട്ടെന്ന് ചോയ്സ് ആവണം. കാരണം എനിക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തു ചോദിക്കാൻ എന്താണ് ഈ കിലോമീറ്റർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നില്ല, അതിന് കിലോമീറ്റർ പ്രിന്റ് എന്നാണ് പറയുന്നത്. ഇത് എക്സ്പെഷ്യലി ലേഡീസിന് വേൻ ചോയ്സ് ആവുന്നത്. കാരണം എത്ര തടിയുള്ള ഒരു ഇട്ട് കഴിഞ്ഞാൽ ഒരു നോർമലി ഒരു വണ്ണം കുറയും, ഹൈറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ ഇങ്ങനെ കൂടുതൽ സ്ട്രൈപ്സ്. നമ്മുടെ ഭാഷയിൽ നോർമൽ പറയുകയാണെങ്കിൽ സ്ട്രൈപ്സ്, പക്ഷെ കച്ചവടക്കാരുടെ ഇടയിൽ പറയുന്നത് കിലോമീറ്റർ പ്രിന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പ്രിന്റ് കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ ഫ്ലോറൽ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ചോയ്സസ് ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. ഇത് ആപ്ലിക്കിൽ അല്ലേ? ആപ്ലിക്കിൽ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ എന്നല്ല, മീൻസ് പുറമെ കിട്ടാത്ത ഐറ്റംസ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇത് റയോൺ. ഇത് റയോണില് ഇതൊക്കെ ബജറ്റിൽ വരുന്ന ഐറ്റംസ്. റയോണില് നമ്മൾ സെറ്റ് ചെയ്തത് ദുപ്പട്ട കോട്ട ദുപ്പട്ടയാണ്. ഓ, അതൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണല്ലോ. ഈ കോമ്പിനേഷൻ ആരും ചെയ്തിട്ടില്ല കേട്ടോ. റയോണില് കോട്ട ദുപ്പട്ട ആരും ചെയ്തിട്ടില്ല. റയോണില് ഷിഫോണോ ജോർജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ നമുക്ക് ഈ റെഡിമെയ്ഡിന്റെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? കസ്റ്റമറുടെ തിരക്കായി തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് വേഗം സ്കൂട്ടാവാം. ഇനി നിന്നാൽ ചിലപ്പോൾ ചീത്തക്കേണ്ടി വരും. ഇത് ദുപ്പട്ട ഒന്ന് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫ്രഞ്ച് ലുക്ക് ഇങ്ങനെയാണ്, അതേപോലെ തന്നെ ബാക്ക് ലുക്ക് ഇങ്ങനെയാണ്, ഫുൾ പ്രിന്റ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തെ ലുക്ക് ജസ്റ്റ് മൈ ഗോഡ് സൂപ്പർ, അടിപൊളി. ഇനി നമുക്ക് ഇനി ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഉള്ളിൽ കാണിക്കണം, ഒന്ന് നോക്കാം. ഒരു മിനിറ്റ് നോക്കടിക്കാൻ മുന്നേ ഒരു മിനിറ്റ് ഓടാൻ പറ്റേ. ഇങ്ങോട്ട് വാ, ക്യാമറ തിരിക്കാൻ പറ്റട്ടെ. ഹലോ ഇവിടെ കസ്റ്റമേഴ്സ്, ഞാൻ ഒന്ന് വീഡിയോയിൽ എടുത്തോട്ടെ. ഓ അടിപൊളി. ഓ സംസാരിക്കണോളികളോ. അല്ല, മുഖം കാണിക്കണ്ട. എനിക്ക് ആകെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സംഭവങ്ങൾ യൂണിക് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. പറയടാ, ആർക്ക് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നീ ഒന്ന് പറഞ്ഞത് അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ നീ പറ. ഇത് വലുത്, അതിനേക്കാൾ വലുത് ഇത്. അപ്പൊ രണ്ടാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. സെലക്ഷൻ കാണാൻ വന്നിട്ടുണ്ട്. കുറെ നാളായി ഈ ഷോപ്പിൽ നിന്ന് എടുക്കണ. വന്ന് നോക്കിയതാണ്. എന്തായാലും വിടാല്ലേ, പാവല്ലേ അല്ലേ? ശരി, വിട്ടു, പിള്ളേരല്ലേ, പോട്ടെ. ശരി, നമുക്കെന്നാ അങ്ങോട്ട് കയറിയല്ലോ. ആ, ഇവരെ ഗോഡൌൺ കൂടി, ഗോഡൌൺ അല്ല ശരിക്കും, ഗോഡൌൺ അല്ല. അപ്പൊ അവിടെ കയറിയപ്പോ അവിടെയും 2-3 കസ്റ്റമർ. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് പോകണ്ട. എന്തായാലും അവർക്ക് അവരുടെ ഒരു പ്രൈവസി നമുക്ക് കൊടുക്കണം. അപ്പൊ മൊത്തത്തില് കസ്റ്റമറുടെ ഒരു തിരക്ക് തുടങ്ങി. നമ്മളൊക്കെ നേരത്തോടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ടീമുകളാണ്. നമുക്ക് ഈ കച്ചവടത്തിന്റെ ഇടയിൽ വരുമ്പോൾ ശരിയാവില്ല അല്ലേ? അതാണ്. അപ്പൊ ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചല്ലോ. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാവൂർ റോഡ്, കോഴിക്കോട് മാവൂർ റോഡ്, മർക്കസ് പള്ളിയുടെ തൊട്ടടുത്ത് സ്പേസ് മാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഫ്ലോറില് യൂണിക് വേണമെന്ന് വെച്ചാ പോന്നോ, അതാണ്. അപ്പൊ ഹോൾസെയിലാണ് പ്രത്യേകം എടുത്ത് പറയാം. എനിക്ക് എഴുതില്ല പിടിച്ചില്ല. വീഡിയോയുടെ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാം. ദൂരത്തു നിന്നൊക്കെ വരണം. ഇനി ഇവിടെ വന്നിട്ട് അയ്യോ നിങ്ങൾ വീഡിയോയിൽ ഹോൾസെയിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ്. അപ്പൊ താങ്ക് യു ബാബു ഇക്ക അല്ലെ, താങ്ക് യു. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.